Dear students, welcome to plus 2 mathematics class. Today's topic is continuity and differentiability. Continuity and differentiability എന്ന ചാപ്റ്ററിൽ കണ്ടിന്യൂറ്റി എന്താണ് എന്നുള്ളത് ഫസ്റ്റ് വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെട്ടതാണ്. അത് നമ്മൾ കുറച്ച് ഗ്രാഫിൻ്റെ സഹായത്തോടു കൂടിയിട്ട് കണ്ടിന്യൂസ് ഫങ്ഷൻ അതിൻ്റെ കണ്ടീഷൻ പഠിച്ചതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ അതിൻ്റെ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കണ്ടിന്യൂസ് ഫങ്ഷൻ ആവാനുള്ള കുറച്ച് ചെക്ക് ചെയ്യാനുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നോക്കാം. അതിൻ്റെ ഡെഫിനേഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഫങ്ഷൻ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഫങ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ആ പോയിന്റിലുള്ള ലിമിറ്റിംഗ് വാല്യൂ ഈസ് ഈക്വൽ ടു ദി വാല്യൂ ഓഫ് ദി ഫങ്ഷൻ, അല്ലേ? എക്സ് ഈക്വൽ ടു എ എന്നുള്ള പോയിന്റിൽ ഫങ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ ആയിരിക്കണം. ഈ ലിമിറ്റീവ് വാല്യൂ നിങ്ങൾ ഫസ്റ്റ് ഇയർ തന്നെ പഠിച്ചതാണല്ലോ. ലിമിറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലേ? ഒന്ന് ലെഫ്റ്റ് ലിമിറ്റ്, മറ്റേത് റൈറ്റ് ലിമിറ്റ് എന്നാണ്. അപ്പോൾ എ എന്നുള്ള പോയിന്റിലെ ലെഫ്റ്റ് ലിമിറ്റാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ എന്നുള്ള പോയിന്റിലെ റൈറ്റ് ലിമിറ്റാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്നുള്ളത്, അല്ലേ? ഈ രണ്ട് ലിമിറ്റ് ഈക്വൽ ആകുമ്പോഴാണ് ആ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതാണ് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആ ലിമിറ്റീവ് വാല്യൂ ഫംഗ്ഷൻ്റെ വാല്യൂവിന് ഈക്വൽ ആണ്. എ എന്നുള്ള പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ, അതാണ് എഫ് ഓഫ് എ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഈക്വൽ ആകുമ്പോഴാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്നത്. ഇനി കണ്ടിന്യൂസ് അല്ലെങ്കിൽ, ഒരു പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലെങ്കിൽ അവിടെ ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയും. അപ്പോൾ എ എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലെങ്കിൽ അത് എ എന്നുള്ള പോയിന്റിന് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. എ ഈസ് കോൾഡ് ദി പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. ഇനി നമ്മൾക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. കുറച്ച് പ്രോബ്ലംസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ചെക്ക് ദി കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x + 3 at x equal to 1. അപ്പോൾ 1 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഫംഗ്ഷൻ എപ്പോഴും കണ്ടിന്യൂസ് ആവണമെങ്കിൽ പറഞ്ഞു, പിന്നെ ഫംഗ്ഷൻ ഡിഫൈൻഡും ആയിരിക്കണം. ആ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണം, വെൽ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആയിരിക്കണം. അതായത് നോട്ട് ഡിഫൈൻഡ് വാല്യൂ ഒന്നും വരാൻ പാടില്ല ഫംഗ്ഷന്. ഇവിടെ നോക്കാം. ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x + 3 ആണ് ഫംഗ്ഷൻ, അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ലീനിയർ ഫംഗ്ഷനാണ് തന്നിട്ടുള്ളത്, എക്സിലുള്ള, അല്ലേ? ലീനിയർ ഫംഗ്ഷനാണ്. അപ്പോൾ അത് എക്സ് ഈക്വൽ ടു 1 ഡിഫൈൻഡ് ആണ്, അല്ലേ? എക്സ് ഈക്വൽ ടു 1 ഫംഗ്ഷൻ്റെ വാല്യൂടെ എഫ് ഓഫ് 1, അതായത് 5 എന്നാണ് കിട്ടുന്നത്, അല്ലേ? എക്സിന് 1 കൊടുക്കുമ്പോൾ 5 എന്നാണ് കിട്ടുന്നത്. അതൊരു ഡിഫൈൻഡ് വാല്യൂ ആണ്. അതുപോലെ ഫംഗ്ഷൻ്റെ ലിമിറ്റിംഗ് വാല്യൂ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 2x + 3. എക്സിന് 1 കൊടുക്കുമ്പോൾ 2 × 1 + 3 ദാറ്റ്സ് ഈക്വൽ ടു 5. അപ്പോൾ വാല്യൂ ഓഫ് ദി ഫംഗ്ഷനിൽ ലിമിറ്റിംഗ് വാല്യൂ രണ്ട് സെയിം തന്നെയാണ്. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 1 ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. നെക്സ്റ്റ് പ്രോബ്ലം. ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x³ + 3 ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ഈക്വൽ ടു 1 ഇഫ് എക്സ് ഈക്വൽ ടു 0. ഇവിടെ ഫംഗ്ഷൻ രണ്ട് രീതിയിലാണ് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് എക്സ് നോട്ട് ഈക്വൽ ടു 0 വരുമ്പോൾ, 0 അല്ലാത്ത എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ x³ + 3 ആണ്. 0യിൽ മാത്രം ഫംഗ്ഷൻ്റെ വാല്യൂ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ഏത് പോയിന്റിൽ? നോട്ട് കണ്ടിന്യൂസ് അറ്റ് x ഈക്വൽ ടു 0 എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. 0യിൽ മാത്രമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 0യിൽ ഫംഗ്ഷൻ്റെ വാല്യൂ തന്നത് എത്രയാണ്? 1 ആണ്, അല്ലേ? അതായത് എഫ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 1 ആണ് തന്നത്. ഇനി 0യിലെ ലിമിറ്റ് വാല്യൂ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇവിടെ ഫംഗ്ഷൻ കൊടുത്തത് x³ + 3 എന്നാണ് ഫംഗ്ഷൻ്റെ. അതായത് ലെഫ്റ്റ് ലിമിറ്റായാലും റൈറ്റ് ലിമിറ്റായാലും രണ്ടും ഒരേ ഫംഗ്ഷൻ തന്നെയാണ് എക്സിൻ്റെ, അല്ലേ? 0യുടെ ലെഫ്റ്റ് സൈഡിലും ഫംഗ്ഷൻ x³ + 3 ആണ്, 0യുടെ റൈറ്റ് സൈഡിലും ഫംഗ്ഷൻ x + 3 ആണ്, അല്ലേ? 0യിൽ മാത്രമാണ് അതിൻ്റെ വാല്യൂ 1 എന്നുള്ളത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുമ്പോൾ രണ്ടും 0യുടെ ലെഫ്റ്റിലും റൈറ്റിലും സെയിം ഫംഗ്ഷൻ തന്നെ ആയതുകൊണ്ട് നമ്മൾക്ക് എക്സ് ടെൻസ് ടു 0 എന്ന് മാത്രം
എഴുതിയ എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. റൈറ്റ് ലിമിറ്റ് ലെഫ്റ്റ് ലിമിറ്റ് സെപ്പറേറ്റ് കാണേണ്ട കാര്യമില്ല. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 x³ + 3. അതിന് 0 എന്നുള്ള വാല്യൂ എക്സിൽ കൊടുക്കുമ്പോൾ 3 എന്നാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ f(0)യുടെ വാല്യൂ 1 ആയിരുന്നു. അപ്പോൾ 0 ഉള്ള ഫംഗ്ഷൻ്റെ ലിമിറ്റിംഗ് വാല്യൂ 3 ആണ്. പക്ഷേ f(0) 1 ആണ്. അപ്പോൾ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ നോട്ട് ഈക്വൽ ടു the value of the function at that point. So f is not continuous at x equal to 0. 0യിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. അടുത്തത് എക്സാമ്പിൾ, ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ് where f of x is equal to 2x + 3 if x less than or equal to 2x - 3 if x greater than 2. അപ്പോൾ എല്ലാ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി, ഫംഗ്ഷൻ എവിടെയൊക്കെ ഡിസ്കണ്ടിന്യൂറ്റി ആ പോയിൻ്റൊക്കെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് നോക്കാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, അതായത് 2 ആകുമ്പോഴും 2ന് ഉള്ള ലെഫ്റ്റിലുള്ള വാല്യൂ ആകുമ്പോഴൊക്കെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് 2x + 3 എന്നാണ്. 2ൻ്റെ റൈറ്റിലുള്ള വാല്യൂസിനൊക്കെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് 2x - 3 എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്കണ്ടിന്യൂറ്റിക്ക് ചാൻസ് ഉള്ളത് 2ലാണ്. കാരണം 2യുടെ ലെഫ്റ്റിൽ 2x + 3 എന്നാണ് ഫംഗ്ഷൻ ഉള്ളത്, 2ൻ്റെ റൈറ്റിൽ 2x - 3 എന്നാണ് ഫംഗ്ഷൻ ഉള്ളത്. അപ്പോൾ രണ്ട് രീതിയിലാണ് ഇവിടെ ഫംഗ്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഡിസ്കണ്ടിന്യൂറ്റിക്ക് ചാൻസ് ഉള്ളത് 2ലാണ്. എന്നാലും മറ്റു പോയിന്റിൽ ഡിസ്കണ്ടിന്യൂറ്റി ഇല്ല എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർലി എഫ് ഇസ് ഡിഫൈൻഡ് അറ്റ് ഓൾ റിയൽ നമ്പേഴ്സ്. എല്ലാ റിയൽ നമ്പേഴ്സിലും ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ് അല്ലേ. അതുപോലെ നമ്മൾ ഒരു ആർബിട്രറി പോയിന്റ് ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്, a ലെസ് ദാൻ 2 എന്നുള്ളത്. 2ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഉള്ള ഒരു പോയിൻ്റായിട്ട് a എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എഫ് ഓഫ് എ എന്താ വരിക? 2a + 3 അല്ലേ. എക്സിന് a കൊടുത്താൽ 2a + 3 എന്ന് വരും. അതുപോലെ എയിലുള്ള ഫംഗ്ഷൻ്റെ ലിമിറ്റിംഗ് വാല്യൂ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a f of x ആണ്. That is limit extends to a 2x + 3 that is equal to 2a + 3. അത് തന്നെയാണ് എഫ് ഓഫ് എ അല്ലേ. അപ്പോൾ ലിമിറ്റിംഗ് വാല്യൂ ഫംഗ്ഷൻ്റെ വാല്യൂ സെയിം ആയതുകൊണ്ട് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ റിയൽ നമ്പേഴ്സ് ലെസ് ദാൻ 2. അപ്പോൾ ലെസ് ദാൻ 2 വരുമ്പോൾ എക്സ് ലെസ് ദാൻ 2 ആകുമ്പോഴുള്ള എല്ലാ റിയൽ നമ്പേഴ്സിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ എഴുതി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോഴും അതേപോലെ എഴുതി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ വരുന്നത് a ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എക്സ് ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോൾ 2x - 3 എന്നാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എഫ് ഓഫ് എ എന്ന് പറയുന്നത് 2a - 3 ആണ്. അതുപോലെ ലിമിറ്റിംഗ് വാല്യൂ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2x - 3 ദാറ്റ്സ് ഈക്വൽ ടു 2a - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ. സോ എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ റിയൽ നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 2. അപ്പോൾ എക്സ് ലെസ് ദാൻ 2, അതായത് 2ൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, 2ൻ്റെ റൈറ്റ് സൈഡിലുള്ള എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ ഇവിടെ എഴുതി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി 2 എന്നുള്ള പോയിന്റിൽ കൂടി കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇനി നിങ്ങൾ ഇത് എഴുതണം, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതണം എന്നില്ല, നിങ്ങൾ ഡയറക്റ്റ് പറഞ്ഞാലും മതി. 2ൻ്റെ ലെഫ്റ്റ് സൈഡിലെല്ലാം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, 2ൻ്റെ റൈറ്റ് സൈഡിലെല്ലാം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് ജസ്റ്റ് അതൊന്ന് പറഞ്ഞാൽ മാത്രം മതി. അതുപോലെ 2 എന്നുള്ള പോയിന്റിൽ മാത്രം ചെക്ക് ചെയ്യാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 - f of x, 2 എന്നുള്ള പോയിന്റിലെ ലെഫ്റ്റ് ലിമിറ്റ് ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 - 2x + 3 അല്ലേ. 2x + 3 ആണെന്നല്ലോ അവിടെ ഫംഗ്ഷൻ. അപ്പോൾ എക്സിന് 2 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ 2 × 2 + 3 ദാറ്റ്സ് ഈക്വൽ ടു 7 എന്ന് കിട്ടും. അതുപോലെ 2 എന്നുള്ള പോയിന്റിൽ റൈറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് 2 + f of x ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് 2 + 2x - 3 അല്ലേ. 2x - 3 ആണ് റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ. അപ്പോൾ 2 × 2 - 3 ദാറ്റ്സ് ഈക്വൽ ടു 4 - 3 1 എന്നാണ് കിട്ടുക. അപ്പോൾ 2 എന്നുള്ള പോയിന്റിൽ ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് ആണ്. അപ്പോൾ ലിമിറ്റ് ഈക്വൽ അല്ലെങ്കിൽ അവിടെ ലിമിറ്റ് തന്നെ ഇല്ല അല്ലേ, അപ്പോൾ കണ്ടിന്യൂറ്റി ഇല്ല. So 2 is the point of discontinuity. 2 എന്നുള്ള ഒരേ ഒരു പോയിൻ്റാണ് ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ്. ബാക്കി എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്നുള്ളത് നമ്മളിവിടെ എഴുതി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഡിസ്കണ്ടിന്യൂസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്.
അപ്പോൾ ഏത് പോയിന്റിൽ വെച്ചാണോ ഫംഗ്ഷൻ ഇങ്ങനെ രണ്ടായി തരംതിരിച്ചിട്ടുള്ളത് ആ പോയിന്റിലാണ് ഡിസ്കണ്ടിന്യൂറ്റിക്ക് ചാൻസ് ഉണ്ടാവുക എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനും അതേ മോഡൽ തന്നെയാണ്. ഫൈൻഡ് ഓൾ ദി പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ് വേർ എഫ് ഇസ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ഇഫ് എക്സ് ലെസ് ദാൻ 1. ഇവിടെയും 1-ൽ വെച്ചാണ് അല്ലേ, ഇവിടെ 1-ൽ വെച്ചാണ് ഫംഗ്ഷൻ രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. 1-നേക്കാൾ ഗ്രേറ്റർ വാല്യൂവിനും 1-നും ഫംഗ്ഷൻ എക്സ് പ്ലസ് 1 ആണ്. 1-നേക്കാൾ ലെസർ വാല്യൂവിന് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ 1-നേക്കാൾ ചെറിയ വാല്യൂവിനും 1-നേക്കാൾ ഗ്രേറ്റർ വാല്യൂവിനും ഒക്കെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. അത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മാത്രം മതി. അതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു എ എന്നുള്ളത് എ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ കണ്ടിന്യൂസ് ആണെന്നും എ ലെസ് ദാൻ 1 ആകുമ്പോൾ കണ്ടിന്യൂസ് ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി അത് എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി എ ഈക്വൽ ടു 1 ആകുമ്പോൾ ഉള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ ലെഫ്റ്റ് ലിമിറ്റ് നോക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് അവിടെ ഫംഗ്ഷൻ എന്താ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണല്ലേ ഫംഗ്ഷൻ ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ അവിടെ 1 എന്നുള്ള വാല്യൂ എടുക്കുമ്പോൾ 1 പ്ലസ് 1 2 എന്ന് കിട്ടുന്നുണ്ട്. ഇനി റൈറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എക്സ് പ്ലസ് 1 എന്നാണ് ഫംഗ്ഷൻ. അവിടെ എക്സിന് 1 കൊടുക്കുമ്പോൾ 1 പ്ലസ് 1 2 തന്നെയാണ് കിട്ടുന്നത്. ഇനി ആൾസോ എഫ് ഓഫ് 1 എന്താണ്, ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് സെയിം ആണെന്ന് നമുക്ക് കിട്ടി. ഇനി ഫംഗ്ഷൻ്റെ വാല്യൂ 1-ലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ അതായത് എഫ് ഓഫ് 1 ഇവിടെ 1-ന് ഈക്വൽ ആകുമ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എക്സ് പ്ലസ് 1 ആയിട്ടാണ് അല്ലേ. എക്സ് ഈക്വൽ ടു 1 ആകുമ്പോഴും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ എഫ് ഓഫ് 1 എന്ന് പറയുമ്പോൾ ആ എക്സ് പ്ലസ് 1-ലാണ് എക്സിന് 1 കൊടുക്കേണ്ടത്. അപ്പോൾ 1 പ്ലസ് 1 ഈക്വൽ ടു 2. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഈക്വൽ ആണ്. അത് ഫംഗ്ഷൻ്റെ വാല്യൂവിന് തന്നെ ഈക്വൽ ആണ്. സോ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണല്ലേ. ദർ ഈസ് നോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് എഴുതാം. എവിടെയും ഡിസ്കണ്ടിന്യൂസ് അല്ല ഫംഗ്ഷൻ. അടുത്ത എക്സാമ്പിൾ ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ് വേർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2. ഇതെല്ലാം സിമിലർ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നോക്കുക 2 എന്നുള്ള പോയിന്റിൽ വെച്ച് ഫംഗ്ഷനെ രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആകുമ്പോൾ എക്സ് ക്യൂബ് മൈനസ് 3 എന്നുള്ളതും ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2 എന്നുള്ളത് രണ്ട് രീതിയിലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അവിടെ കണ്ടിന്യൂസ് ആണെന്നുള്ളത് ബാക്കി എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണെന്നുള്ളത് പിന്നെ നമ്മൾ പറഞ്ഞാൽ മതിയാവും. ഇനി 2 എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ലെഫ്റ്റ് ലിമിറ്റ് ഇവിടെ കണ്ടിട്ടുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ്, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എക്സ് ക്യൂ മൈനസ് 3 ആണല്ലോ ഫംഗ്ഷൻ. അവിടെ 2 വാല്യൂ കൊടുക്കുമ്പോൾ 2q മൈനസ് 3 5 എന്ന് കിട്ടും. അതുപോലെ റൈറ്റ് ലിമിറ്റ് കണ്ടുപിടിക്കുക. അവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ്, അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2 എന്നുള്ള ഫംഗ്ഷന് 2 കൊടുക്കുക. ഇപ്പോൾ 2 സ്ക്വയർ പ്ലസ് 2 6 എന്ന് കിട്ടും. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് എന്നാണ് കിട്ടുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് അല്ല. സോ 2 ഈസ് ദി പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. നെക്സ്റ്റ് 6th, find the relationship between a and b so that f is defined by f of x is equal to ax plus 1 if x less than or equal to 3 equal to bx plus 3 if x greater than 3. അപ്പോൾ 3 എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് തന്നിട്ടുണ്ട്. ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 3. അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ എയും ബിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഈക്വൽ ആയിരിക്കുമല്ലോ കണ്ടിന്യൂസ് ആയതുകൊണ്ട്. അപ്പോൾ 3 എന്നുള്ള പോയിന്റിലുള്ള ലെഫ്റ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എ എക്സ് പ്ലസ് 1 അല്ലേ. അപ്പോൾ എക്സിന് 3 വാല്യൂ കൊടുക്കുമ്പോൾ 3a പ്ലസ് 1 എന്ന് കിട്ടും. ഇനി റൈറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് ബി എക്സ് പ്ലസ് 3, അതായത് 3b പ്ലസ് 3 എന്ന് കിട്ടും. ഇനി ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 3a പ്ലസ് 1 ഈക്വൽ ടു 3b പ്ലസ് 3. അതിൽ 3b എന്നുള്ളത് LHSലേക്ക് എടുത്താൽ 3a മൈനസ് 3b ഈക്വൽ ടു 2 എന്ന് കിട്ടും. അതായത്
അതിൽ 3 കോമൺ ആയിട്ട് എടുത്താൽ 3 × a മൈനസ് ബി ഈക്വൽ ടു 2 എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് a മൈനസ് ബി ഈക്വൽ ടു 2/3 ഓർ a ഈക്വൽ ടു b പ്ലസ് 2/3. സോ ഇതാണ് എയും ബിയും തമ്മിലുള്ള റിലേഷൻ. ഇപ്പോൾ കണ്ടിന്യൂസ് ആണ് തന്നിട്ട് എയും ബിയും തമ്മിലുള്ള റിലേഷൻ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. സോ a ഈക്വൽ ടു b പ്ലസ് 2/3 എന്നാണ് ഉള്ളത്. നെക്സ്റ്റ്, for what value of lambda is the function defined by f of x is equal to lambda into x square minus 2x if x less than or equal to 0 equal to 4x plus 1 if x greater than 0 is continuous at x equal to 0. 0യിൽ ലാംഡയുടെ ഏത് വാല്യൂവിനാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. വാട്ട് എബൌട്ട് കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഈക്വൽ ടു 1? 1ൽ എന്ത് പറയാൻ പറ്റും കണ്ടിന്യൂറ്റിനെ കുറിച്ച്? അപ്പോൾ 0യിൽ ലാംഡയുടെ വാല്യൂവിന് കണ്ടിന്യൂസ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. സോ 0യിലുള്ള ലെഫ്റ്റ് ലിമിറ്റ് നോക്കാം. 0യിലുള്ള ഫംഗ്ഷൻ എന്താ? ലാംഡ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 2x എന്നാണ് ഫംഗ്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് എക്സ് ടെൻസ് 0 മൈനസ് ലാംഡ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 2x. അതിൽ എക്സ് 0 കൊടുക്കുമ്പോൾ 0 എന്നാണ് കിട്ടുന്നത് അല്ലേ. അതുപോലെ റൈറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് 4x പ്ലസ് 1 എന്നാണ് അല്ലേ. റൈറ്റ് സൈഡിലെ ഫംഗ്ഷൻ 4x പ്ലസ് 1 എന്നാണ്. അതിൽ എക്സിൽ 0 കൊടുക്കുമ്പോൾ 1 എന്നാണ് കിട്ടുന്നത്. സോ ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 0. 0യിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ല. സോ ഫോർ നോ വാല്യൂ ഓഫ് ലാംഡ ദി ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ലാംഡയുടെ ഒരു വാല്യൂവിനും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവില്ല, കാരണം ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ല. അതുപോലെ എക്സ് ഈക്വൽ ടു 1ൽ കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കുന്നുണ്ട്. എക്സ് ഈക്വൽ ടു 1ൽ ഫംഗ്ഷൻ എന്താണ്? 4x പ്ലസ് 1 ആണ് അല്ലേ. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴൊക്കെ ഫംഗ്ഷൻ 4x പ്ലസ് 1 തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് ലെഫ്റ്റ് റൈറ്റ് ലിമിറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. കമ്പൈൻ ചെയ്തിട്ട് സിംഗിൾ ലിമിറ്റായിട്ട് എഴുതിയാൽ മതി. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 4x പ്ലസ് 1. അതിൽ എക്സിന് 1 കൊടുക്കുമ്പോൾ 4 പ്ലസ് 1 5 എന്ന് വരും. ആൾസോ എഫ് ഓഫ് 1ൻ്റെ വാല്യൂ 4 പ്ലസ് 1 5 തന്നെയാണ്. സോ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് ഫോർ എനി വാല്യൂ ഓഫ് ലാംഡ അല്ലേ. അതിൽ ലാംഡേനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊന്നുമില്ല. ലാംഡക്ക് ഏത് വാല്യൂ കൊടുത്താലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് തന്നെയാണ്. അവിടെ ലാംഡ ഇല്ല അല്ലേ, അതിൽ ലാംഡ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ഫോർ എനി വാല്യൂ ഓഫ് ലാംഡ എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇവിടെ സം സ്റ്റാൻഡേർഡ് കണ്ടിന്യൂസ് ഫങ്ഷൻസ്, അതിന് എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഫസ്റ്റ് ഇയർ കുറേ ഫംഗ്ഷൻ്റെ ഗ്രാഫൊക്കെ പഠിച്ചതാണ്. നിങ്ങൾക്കറിയാം ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഗ്രാഫ്, മോഡുലസ് ഫംഗ്ഷൻ അല്ലേ, അതുപോലെ പരാബോള, അതിൻ്റെയൊക്കെ ഗ്രാഫ് എന്താണെന്ന് അറിയാം. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ അതൊക്കെ കണ്ടിന്യൂസ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, അതിൻ്റെ ഗ്രാഫ് നിങ്ങൾക്കറിയാലോ. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന അല്ലേ ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആണ് അല്ലേ, എവിടെയും ബ്രേക്ക് ഇല്ലാത്തൊരു ഗ്രാഫാണ്. അതുപോലെ മോഡുലസ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്, അതും അറിയാം. എല്ലാ റിയൽ നമ്പേഴ്സിലും ഡിഫൈൻഡ് ആണ്. സോ ദാറ്റ് ഫംഗ്ഷൻ ഇസ് ആൾസോ കണ്ടിന്യൂസ്. നെക്സ്റ്റ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ അല്ലേ. കെയുടെ വാല്യൂ എന്ത് തന്നെ ആയാലും, ഏതൊരു റിയൽ നമ്പർ ആയാലും കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ഗ്രാഫാണ്. സോ ദാറ്റ് ഈസ് കണ്ടിന്യൂസ്. അതുപോലെ എവരി പോളിനോമിയൽ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് ഓൺ ആർ അല്ലേ. എന്തായാലും ഇപ്പോൾ എക്സ് സ്ക്വയർ എന്നൊക്കെ പറയുമ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ദാറ്റ്സ് എ പോളിനോമിയൽ. അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x പ്ലസ് 3 അങ്ങനെ എന്തെങ്കിലും ഒരു പോളിനോമിയൽ കൊടുത്താൽ, അതുപോലെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്, അതിൻ്റെയൊക്കെ ഗ്രാഫ് നിങ്ങൾക്കറിയാം. അപ്പോൾ എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ഓൺ ആറാണ്, റിയൽ നമ്പേഴ്സിൽ കണ്ടിന്യൂസ് ആണ്. അതുപോലെ സൈൻ എക്സ് കോസ് എക്സ് അല്ലേ, നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ്. സൈൻ എക്സ് ആൻഡ് കോസ് എക്സ് ആർ കണ്ടിന്യൂസ് എവരിവെയർ, എല്ലാ റിയൽ നമ്പേഴ്സിലും കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ടാണ് ഒരു കണ്ടിന്യൂസ് ഗ്രാഫ് കിട്ടുന്നത്. പക്ഷേ ടാൻ എക്സ് അല്ല സീക്ക് എക്സും എവിടെയൊക്കെ പോയിന്റിൽ നോട്ട് ഡിഫൈൻഡ് ആണ്. എക്സ് ഈക്വൽ ടു 2n+1π/2 അല്ലേ. ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 വരുമ്പോഴൊക്കെ അതിന് ഇൻഫിനിറ്റി വാല്യൂ ആണ് കിട്ടുന്നതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളത് ട്രിഗണോമെട്രിയിൽ പഠിച്ചതാണ്. ടാൻ എക്സിനും സീക്ക് എക്സിനും ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 വരുമ്പോഴാണ് നോട്ട് ഡിഫൈൻ വാല്യൂ അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്നുള്ള വാല്യൂ കിട്ടുന്നത്. അവിടെയാണ് ഗ്രാഫിന് ബ്രേക്ക് വരുന്നത്. അപ്പോൾ ആ പോയിന്റിലൊന്നും കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റില്ല.
അപ്പോൾ ആ പോയിൻറ്റ്സ് ഒഴികെ ബാക്കി എല്ലാ പോയിൻറ്റ്സിലും ഫങ്ഷൻസ് കണ്ടിന്യൂസ് ആണ് ടാൻ എക്സും സീക്ക് എക്സും. ഇപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ -π/2 π/2 ഒക്കെ എടുത്താൽ ടാൻ എക്സ് കണ്ടിന്യൂസ് ആണ്. അതുപോലെ സീക്ക് എക്സും അതിനനുസരിച്ചാണ് വരുന്നത്, അതിൻ്റെ നോട്ട് ഡിഫൈൻ വാല്യൂ ഒഴിവാക്കിയാൽ. അതുപോലെ കൊസീക്ക് എക്സ് ആൻഡ് കോട്ടെക്സ്, കൊസീക്ക് എക്സ് കോട്ടെക്സ് എവിടെ കണ്ടിന്യൂസ് ആണ്? ഏത് ഒഴിവാക്കിയാൽ? x=nπ എന്നുള്ള വാല്യൂ അല്ലേ, π 2π 3π അതുപോലെ -π അങ്ങനെയുള്ള പോയിന്റിലൊക്കെ കൊസീക്ക് എക്സ് സീക്ക് എക്സ് നോട്ട് ഡിഫൈൻ വാല്യൂസ് ആണ്. അപ്പോൾ ആ പോയിന്റ്സിൽ ഒഴികെ ബാക്കി എല്ലാ പോയിന്റ്സിലും കൊസീക്ക് എക്സ് ആൻഡ് സീക്ക് എക്സ് ആർ കണ്ടിന്യൂസ്. അതുപോലെ ഇനി റാഷണൽ ഫങ്ഷൻസ് കണ്ടിന്യൂസ് എവരിവെയർ എക്സെപ്റ്റ് അറ്റ് പോയിന്റ്സ് വെർ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0. എല്ലാ റാഷണൽ ഫങ്ഷൻസും, അതായത് f(x/g(x) എന്നുള്ള ഫോമിലാണ് ഒരു റാഷണൽ ഫങ്ഷൻ ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റ്സ് നോട്ട് ഡിഫൈൻഡ് ആയിരിക്കുമല്ലോ അല്ലേ. ഒരു റാഷണൽ ഫങ്ഷനിൽ ഡിനോമിനേറ്റർ 0 ആകുമ്പോൾ അതൊരു നോട്ട് ഡിഫൈൻ വാല്യൂ ആണ് കിട്ടുക, ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ആ പോയിന്റിൽ ഒഴികെ, ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റിൽ ഒഴികെ ബാക്കി എല്ലാ പോയിന്റ്സിലും റാഷണൽ ഫങ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. സോ ഇതൊക്കെ കണ്ടിന്യൂസ് ഫങ്ഷൻസിന് എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തതാണ്, അതൊക്കെ എപ്പോഴും ഓർത്ത് വെക്കുക. നെക്സ്റ്റ് 2 ഹോംവർക്ക് തന്നിട്ടുണ്ട്, ഇത് നേരത്തെ ചെയ്താൽ സിമിലർ ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ് where f(x) = x⁻1 if x less than 1 equal to x² if x greater than 1. ആദ്യത്തേത് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, രണ്ടാമത്തെ x ഗ്രേറ്റർ ദാൻ 1. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 1ൽ മാത്രം ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾ 1ൽ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ 1ൻ്റെ ലെഫ്റ്റ് റൈറ്റ് ലിമിറ്റ് എടുത്ത് നോക്കിയിട്ട് അത് ഈക്വൽ ആവുന്നുണ്ടോ, വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ ഈക്വൽ ആവുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതുപോലെ രണ്ടാമത്തതും ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് f(x) ഈക്വൽ ടു sin x/x if x less than 0 ഈക്വൽ ടു x+1 if x greater than or equal to 0. ഇവിടെ 0 എന്നുള്ള പോയിന്റിൽ ചെക്ക് ചെയ്താൽ മതി. sin x/xൽ 0യുടെ ലിമിറ്റ് വാല്യൂ എന്താ? sin θ/θ, ലിമിറ്റ് θ ടെൻസ് ടു 0 sin θ/θ. അത് 1 ആണ് എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് ഇയർ തന്നെ പഠിച്ചതാണ്, ലിമിറ്റ്സിൽ പഠിച്ചതാണ്. അപ്പോൾ 0 എന്നുള്ള പോയിന്റിൽ ലെഫ്റ്റ് ലിമിറ്റ് 1 കിട്ടും, അതുപോലെ റൈറ്റ് ലിമിറ്റ് നോക്കുക, എന്നിട്ട് ഈക്വൽ ആവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അതിൻ്റെ വാല്യൂ 0 എന്നുള്ള പോയിന്റിലെ വാല്യൂ നോക്കുക, എന്നിട്ട് കണ്ടിന്യൂസ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ.